വലിച്ചു നോക്ക്. അമ്മക്ക് കിട്ടി ചക്ക. കുപ്പായത്തിലാകുമോ കാണിക്കുന്നുണ്ട്. ഇനി എന്തിനാ ഈ കൊള്ളിയല്ലേ, ഇനി ആവശ്യമില്ലല്ലോ. അങ്ങനെ ചക്ക പെട്ടെന്ന് തന്നെ നമുക്ക് പറിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇടിച്ചക്കയാണ് ഇത്. ചള്ള തന്നെയാണ്, കാണുമ്പം വലുതെന്നേ ഉള്ളൂ, പക്ഷെ ഇടിച്ചക്ക തോരനാക്കാനുള്ള പരുവത്തിൽ തന്നെയാണ്. കുക്കൊന്നും അറിയണ്ടല്ലേ നമ്മൾ വീട്ടിലേക്ക് വന്നതെന്ന്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇടിച്ചക്ക തോരനാക്കിയിട്ട് വെക്കാം. അങ്ങനെ കുറച്ച് വിറകും നമ്മൾ വീട്ടിലേക്കാക്കി. അയ്യോ, ഇതുറ്റൊന്ന് ചകിരി ഇട്ടുകൊണ്ടിട്ട്. ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് കുറച്ച് സമയം വേവിക്കണം ഉപ്പിട്ടിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് വരണ ചക്ക കണ്ടിട്ടുണ്ടോ വെച്ച് അക്ക നമുക്ക് തോരനാക്കണം കേട്ടാ. ചക്കത്തോരൻ അല്ലൂച്ച് ചക്കത്തോരൻ കൂട്ടിലിട്ടാ അന്വേഷിച്ച് തിന്നലുണ്ടാ? ഇല്ല. എന്നിട്ട് ഇതിനകത്ത് ഇത് വറക്കുന്ന ചക്കയല്ല, ഇത് തിന്നുന്ന ചക്കയല്ല. ഇപ്പം ചക്ക ഇതുപോലെ അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള ഇടിച്ചക്ക. ഇത് വെന്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേണം പിന്നെ നമ്മൾ ചതച്ചെടുക്കാനും വേണ്ടിയിട്ട്. ഇടിച്ചക്ക ഇത്ര വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഊറ്റിയിട്ട് അമ്മിക്കല്ലിൽ ഇടിച്ചെടുക്കേണ്ടത്. ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ട് 5 മിനിറ്റ് നമുക്കിതുപോലെ വെക്കാം. ഇത് ചൂടാറിയിട്ട് വേണം നമുക്കിത് ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കല്ലിലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ഇടിക്കല്ലിൽ ഇടിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കുത്തി കുത്തി
ഇങ്ങനെ വേവിച്ച എല്ലാ ചക്കയും ഇതുപോലെ ഇടിച്ചക്ക ചതച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഇടിച്ചക്കയെല്ലാം ചതച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരപ്പ് അരച്ചിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെക്കാം. ഇടിച്ചക്ക ചതച്ച് വെച്ച് പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കണം. ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ് പാകം നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് മിക്സ് ചെയ്യലാണ്. അങ്ങനെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടണം.